ഹലോ, എല്ലാവർക്കും സിമ്പിൾ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ നമ്മൾ 2025 കടന്നിരിക്കുകയാണ്. എന്ത് പെട്ടെന്നാലേ വർഷങ്ങളൊക്കെ പോകുന്നത്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ചെയ്യാൻ പോകുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ. സക്സസിൻ്റെ ഡെഫിനിഷൻ ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ടിരിക്കും. ചിലർക്ക് വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്താലായിരിക്കും സക്സസ് എന്ന് പറയുന്നത്. ചിലർക്ക് ചെറിയ കാര്യങ്ങളായാലും അവരുടെ ഡെയിലി ലൈഫിലുള്ള എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്താലും അതും സക്സസ് ആണ്. എന്തൊക്കെയാണെങ്കിലും സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുക, ദാറ്റ് ഈസ് സക്സസ് ഇൻ മൈ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ ആ സമാധാനത്തിൽ ജീവിക്കുന്നവർ അല്ലെങ്കിൽ ആ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ പങ്കുവെക്കുന്ന അല്ലെങ്കിൽ അവർ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന 7 ഡെയിലി ഹാബിറ്റ്സ്. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ മാത്രമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല, കോമൺ ആയിട്ട് സക്സസ് ആയിട്ടുള്ള ആളുകൾ ഷെയർ ചെയ്യാറുണ്ട് അവരുടെ സക്സസ് സ്റ്റോറീസ്. അങ്ങനെ ഒരുപാട് റെഫർ ചെയ്തിട്ട് എനിക്ക് കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തിയ 7 സീക്രട്ട് ഹാബിറ്റ്സ് ഓഫ് എവറി സക്സസ്ഫുൾ പേഴ്സൺ ആണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റത്തെ ഹാബിറ്റാണ് ദേ ഹാവ് എ റുട്ടീൻ. അതായത് സക്സസ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും പൊതുവായിട്ട് കാണിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് റുട്ടീൻ ഉണ്ടായിരിക്കും. നല്ലൊരു മോർണിംഗ് റുട്ടീൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഈവനിങ് റുട്ടീനും ഉണ്ടായിരിക്കും. ഈ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് ഭയങ്കര ഹസിൽ ഫ്രീ ആയിരിക്കും. അവർ രാവിലെ നേരത്തെ എണീറ്റ വശം തന്നെ അവരുടെ ഡെയിലി അവരത് സ്ഥിരം ആയിട്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. രാവിലെ എണീറ്റ് ഒരു ചായ കുടിച്ചു, അല്ലെങ്കിൽ ഒരു കോഫി കുടിച്ചു, കുറച്ച് ബുക്ക് വായിച്ചു, ഒന്ന് നടക്കാനിറങ്ങി, അല്ലെങ്കിൽ പേപ്പർ വായിച്ചു. അല്ലാണ്ട് പല ആളുകളും ചെയ്യുന്ന പോലെ രാവിലെ എണീറ്റ വശം തന്നെ ഫുൾ ടൈം ഫോൺ നോക്കി, ജോലിക്ക് പോകുന്ന വരെ ഫോൺ നോക്കിയിരുന്ന് സമയം വേസ്റ്റ് ചെയ്ത് അങ്ങനെ ആയിരിക്കില്ല ഒരു നല്ല രീതിയിൽ സക്സസ് ആയിട്ടുള്ള ഒരാളുടെ മോർണിംഗ് റുട്ടീൻ. അതുപോലെ തന്നെ ഈവനിങ്ങിൽ തിരിച്ചു വന്നാലും അയാൾ അന്ന് ചെയ്ത കാര്യങ്ങളെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യും. എന്തൊക്കെ നന്നായി പോയി അല്ലെങ്കിൽ എന്തെല്ലാം പാളിപ്പോയി എന്ന് കണ്ടുപിടിക്കും. അത് കഴിഞ്ഞ് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും. പിറ്റേ ദിവസത്തെ വർക്കുകൾ അദ്ദേഹം ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും. ആ ടു ഡു ലിസ്റ്റ് മാക്സിമം ചെയ്യാനായിട്ട് പിറ്റേ ദിവസം നോക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കും നമ്മൾ ഇന്ന് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇന്ന് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്. അതാണ് ഈ ഒരു മോർണിംഗ് ആൻഡ് ഈവനിങ് റുട്ടീൻ ഉള്ളതിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ഹാബിറ്റാണ് ദേ ഹാവ് എ ഡെയിലി റുട്ടീൻ. ഒരു സക്സസ്ഫുൾ ലേഡിയുടെ അടുത്ത ഹാബിറ്റാണ് ദേ ഫോളോ എ ഹെൽത്തി ലിവിങ്. അതായത് നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡ്, അതായത് നമ്മുടെ മനസ്സ് ഒക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. വേറെ ആരും നമുക്ക് വേണ്ടിയിട്ട് അത് ചെയ്യില്ല. നല്ലൊരു ബോഡിയും നല്ലൊരു മൈൻഡ്സും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ഡെയിലി കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ആരോഗ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോക്കസ് മൊത്തം അതിലായിരിക്കും. അതെങ്ങനെ മാറ്റാം, വേദന എങ്ങനെ മാറ്റാം, ആ ഒരു കാര്യത്തിലായിരിക്കും. പക്ഷേ നല്ല ആരോഗ്യവും നല്ല മനസ്സൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ചിന്തകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വിജയത്തിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഫോക്കസ് ചെയ്യാനൊക്കെ സാധിക്കും. ഈ മനസ്സും ശരീരവും ഒക്കെ എങ്ങനെ ആരോഗ്യപൂർണ്ണമായിട്ട് നിലനിർത്താൻ സാധിക്കും? അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ദിനചര്യകൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദിവസവും നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെക്കമെൻഡ് ആയിട്ട് പറയുകയാണെങ്കിൽ 2 മുതൽ 2.5 ലിറ്റർ വെള്ളം വരെ ഒരു ദിവസം ഒരാൾ കുടിക്കണം. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ബുക്സ് വായിക്കുക. എളുപ്പമാണ് നമുക്ക് ബുക്ക് വായിക്കുക എന്നൊക്കെ പറയാൻ, പക്ഷേ പലപ്പോഴും സാധിക്കാറില്ല. ഞാനിപ്പോൾ ചെയ്യുന്നത്, ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ രാവിലെയും വൈകിട്ടും ട്രാവൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു ബുക്ക് എൻ്റെ കയ്യിൽ വെക്കും. എന്നിട്ട് ആ ബുക്ക് എടുത്ത് വായിക്കുകയാണ് ചെയ്യുക. ഇനി ബുക്സ് വായിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഫോണിലും ബുക്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അത് വായിക്കുകയും ചെയ്യാം. ഇനി അതല്ല വീട്ടിൽ സൗകര്യമുള്ളവരാണെങ്കിൽ രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിവ് സമയങ്ങളിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ബുക്സ് എടുത്തിട്ട് വായിക്കാം. പിന്നെ ചെയ്യാൻ പറ്റുന്നത് മെഡിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ യോഗ ചെയ്യുക. അത് രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും സമയത്ത് നമ്മൾ നിശ്ചിതമായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ഒരു യോഗ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പതുക്കെ അത് സമയം കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരു ഉന്മേഷവും ഉണർവൊക്കെ നൽകാൻ സാധിക്കും. പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ബാലൻസ്ഡ് ഡയറ്റ്. അതായത് എണ്ണ പലഹാരങ്ങൾ കുറയ്ക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഷുഗർ, ഞാൻ ഭയങ്കര ഒരു മധുരപ്രിയയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാനൊരു ന്യൂ ഇയർ റെസൊല്യൂഷനിൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് കഴിയുന്നത്ര മധുരം കുറയ്ക്കുക. പിന്നെ കാർബോഹൈഡ്രേറ്റ്, അതായത് അന്നജം, ചോറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുക. ചോറ് പോലെ തന്നെ ഉപദ്രവകാരികളായിട്ടുള്ള ഐറ്റംസ് ആണ് ഉരുളക്കിഴങ്ങ്, അതുപോലെ സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതിൻ്റെ ഒക്കെ ഉപയോഗം കുറയ്ക്കുക. പിന്നെ ചിപ്സ്, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വറുത്ത പലഹാരങ്ങൾ,
അതൊക്കെ കുറയ്ക്കുക. അതിന് പകരം കൂടുതലായിട്ട് ഫ്രൂട്ട്സ്, ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കരുത്. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്നത് ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതല്ല. അതുപോലെ സ്മൂത്തി അങ്ങനെയുള്ള സംഭവങ്ങൾ കഴിക്കുന്നത് അത്ര നല്ലതല്ല. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സുക്രോസ് എന്ന് പറഞ്ഞതും ചിലപ്പോൾ ഉപദ്രവം വരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെയും കിട്ടുന്ന ആ ഒരു ലെവലിൽ, ഇപ്പോൾ പഴത്തിൻ്റെതായ രൂപത്തിൽ തന്നെ കഴിക്കുക. സ്മൂത്തി അടിച്ചിട്ട് കഴിക്കുന്നതിനേക്കാളും നല്ലത് അതേ രൂപത്തിൽ തന്നെ കഴിക്കുന്നതാണ്. അതുപോലെ ഓറഞ്ച്, ആപ്പിള്, മുന്തിരി, മാങ്ങ, ചക്ക, ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെയുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. അതുപോലെ വെജിറ്റബിൾസ് കുക്കുംബർ, അതുപോലെ ടൊമാറ്റോ, അങ്ങനെയുള്ള വെജിറ്റബിൾസും ഡെയിലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കാൻ നോക്കുക. സാലഡുകളായിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക. പഞ്ചസാര, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഗറിൻ്റെ ഉപയോഗം കുറയ്ക്കുക. പഞ്ചസാരയ്ക്ക് പകരം ഹണി, അത്ര ഒരുപാട് ഉപയോഗിക്കരുത്, പക്ഷെ തീരെ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഹണി ഉപയോഗിക്കുക. ഗ്രീൻ ടീ കഴിക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യമാണ് സ്കിൻ കെയർ. അതായത് നമ്മൾ സ്കിൻ കെയർ എന്ന് പറയുന്നത് രാവിലെ എണീറ്റ് വെച്ച് തന്നെ മുഖം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകുക. അപ്പോൾ തന്നെ മുഖത്തിൻ്റെ ആ പഫിനെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയും. പിന്നെ മുഖത്ത് ഒരു ഫേസ് വാഷ്, ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ, മീൻസ് അതായത് ചില ആളുകൾക്ക് ചില ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ മുഖക്കുരു അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇത് എനിക്ക് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. ഫേസ് വാഷ് യൂസ് ചെയ്യുക. ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യുക. മോയ്സ്ചറൈസറിന് മുമ്പ് നമുക്ക് ടോണർ യൂസ് ചെയ്യാം. ടോണർ യൂസ് ചെയ്യുന്നത് ആ ഒരു ഫേസ് വാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് മൊത്തം ഇങ്ങനെ ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുക. അതിനൊരു റിലീഫാണ് ഈ ഒരു ടോണർ എന്ന് പറയുന്നത്. അപ്പോൾ ടോണർ യൂസ് ചെയ്യുക. ടോണർ യൂസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ ഇടുക. അതിനുശേഷം മാത്രം നമ്മൾ എന്തെങ്കിലും മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഫേസ് വാഷ്, ടോണർ ആൻഡ് മോയ്സ്ചറൈസർ. ഇനി ഈവനിങ്ങിലാണെങ്കിൽ നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്തിലെ മേക്കപ്പ് മൊത്തം കളയുക. അത് മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ചെയ്യേണ്ട കാര്യം, നമുക്ക് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യേണ്ടത് ഒരു 2-3 ദിവസം കൂടുമ്പോഴാണ് ഫേസ് സ്ക്രബ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മളൊന്ന് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണലായിട്ടും അല്ലെങ്കിൽ ഫിസിക്കലായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും അതിൻ്റെ പോലെ തന്നെ മനസ്സിനും ഉള്ള കാര്യങ്ങൾ ചെയ്യാം. സോ ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഹെൽത്തി ലിവിങ്ങിൽ വരുന്ന കാര്യം. സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ലേഡി ചെയ്യുന്ന അടുത്തൊരു ഹാബിറ്റാണ് ദേ ബിലീവ് ഇൻ ദംസെൽവ്സ്. അവർക്ക് വേറെ ആരുടെയും ഒരു അപ്രൂവൽ ഒന്നും വേണ്ട അവർക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട്. പണ്ടാണെങ്കിൽ നമ്മൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിരിക്കും നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിലെ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പാരൻസിൻ്റെ അപ്രൂവലൊക്കെ കിട്ടിയിട്ടായിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നമ്മൾ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ ആരുള്ളത്? ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് എപ്പോഴും നമ്മളായിരിക്കും. ഓരോ സക്സസ് സ്റ്റോറി പറയുമ്പോഴും അവർ പറയും അവർ ധൈര്യപൂർവ്വം ആ ഒരു സ്റ്റെപ്പ് എടുത്തത് കൊണ്ടാണ് ഇങ്ങനൊരു സക്സസ് ഉണ്ടായത്. കുറേ ആൾക്കാർ നമ്മളെ പിന്തിരിപ്പിക്കാനുണ്ടായിരിക്കും, ഓ ഇത് ശരിയല്ല, അത് ശരിയല്ല, ഈ പ്രശ്നങ്ങളുണ്ടാവും, ആ പ്രശ്നങ്ങളുണ്ടാവും, ഓക്കെ. പക്ഷേ നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് നമ്മളത് വിജയിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അപ്പോഴും കുറേ പേര് പ്രൈസ് ചെയ്യാനുണ്ടായിരിക്കും. ഓ അല്ലെങ്കിൽ ഞാൻ അന്നേ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുമായിരുന്നു എന്ന് പ്രൈസ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പുറപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വിജയം മാത്രം മനസ്സിൽ കണ്ടാൽ മതി. മേ ബി അത് വിജയിക്കാം അല്ലെങ്കിൽ തോറ്റു പോവാം, പക്ഷേ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾക്കായിരിക്കണം. ഓക്കെ, സോ നമ്മൾ തന്നെ വിശ്വസിച്ചുകൊണ്ടായിരിക്കണം ആ ഒരു കാര്യം ചെയ്യേണ്ടത്. ഇനി അഥവാ തോറ്റുപോയെങ്കിലും വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്ത് തോൽവിയിലും ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണെന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ അർത്ഥമൊക്കെ കൂടുതൽ മനസ്സിലാവുന്നത്. എന്ത് തോൽവി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാലും ഒരു ചെറിയ സക്സസിൻ്റെ ഒരു രഹസ്യം അല്ലെങ്കിൽ ഒരു ടിപ്പ് ആ ഒരു തോൽവിയിലുണ്ടായിരിക്കും. അത് നമ്മൾ സ്വാംശീകരിച്ച് അതെടുത്തിട്ട് അടുത്ത വിജയത്തിന് വേണ്ടിയിട്ട് മുൻപോട്ട് പോവുക. അടുത്ത ഹാബിറ്റാണ് ദേ ഹാവ് റിയലിസ്റ്റിക് ഗോൾസ്. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് എയിം ചെയ്യാം. അതായത് ഇത്ര ടോപ്പ് ലെവലിൽ എത്തണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എയിം ചെയ്യാം. പക്ഷേ ആ ഒരു ഗോൾ എന്ന് പറയുന്നത് സ്മാർട്ടായിരിക്കണം.
സ്മാർട്ട് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കണം. നമുക്ക് എന്താണ് നേടേണ്ടതെന്നുള്ളതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അത് മെഷറബിൾ ആയിരിക്കണം. അതായത് ഞാൻ 1 വർഷത്തിനുള്ളിൽ നേടും, അല്ലെങ്കിൽ ഇത്ര മാസം കൊണ്ട് നേടും, അല്ലെങ്കിൽ 5 years കൊണ്ട് നേടും. അതായിരിക്കണം മെഷറബിൾ എന്ന് പറയുന്നത്. റിയലിസ്റ്റിക്, അതായത് അത് ഇന്ന സമയത്ത് ഇന്നതായിരിക്കും. അത് എൻ്റെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അച്ചീവബിൾ ആയിരിക്കണം. അതുപോലെ ടൈം ബൗണ്ട് ആയിരിക്കണം. ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കാൻ കഴിയുന്നതായിരിക്കും. അതാണ് സ്മാർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യും. ഞാൻ പണ്ട് പറയായിരുന്നു നെക്സ്റ്റ് ഇയർ ഞാൻ ഇന്ന സംഭവത്തിൽ ടോപ്പായിരിക്കും ഞാനിങ്ങനെ വെറുതെ വിചാരിക്കും, അല്ലെങ്കിൽ വെറുതെ പറയുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് നേടുമൊന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്ലാനൊന്നുമില്ല അതിനെ. എന്താണ് ഞാൻ ആ ഒരു സ്പെസിഫിക് പൊസിഷനിൽ അല്ലെങ്കിൽ ആ ഒരു റോളിലേക്ക് എത്താനായിട്ട് എങ്ങനെയാണ് എൻ്റെ പ്ലാൻ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. വെറുതെ ഇങ്ങനെ പറയുന്നു മാത്രം. അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് പോരായ്മകൾ അതിലുണ്ടായിരുന്നു ആ ഒരു ഗോൾ സെറ്റിങ്ങിനെ. പക്ഷേ എപ്പോഴാണോ നിങ്ങളൊരു സ്മാർട്ടായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത്, അതെന്തായാലും അച്ചീവ് ചെയ്തിരിക്കും. അതിന് ഒരു 100% ഗ്യാരണ്ടിയാണ് എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ. അടുത്തൊരു ഹാബിറ്റാണ് ദേ ഹാവ് പോസിറ്റീവ് തോട്ട്സ്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മളൊരു കുട്ടിയുടെ അടുത്ത് എപ്പോഴും നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ കുട്ടി വലുതാവുമ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ എല്ലാ കാര്യം ചെയ്യുന്നതിന് മുൻപും ഒരു നെഗറ്റീവ് ബിലീഫ്, നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കും ആ കുട്ടിക്ക് ഉണ്ടായിരിക്കാം. ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയും ആ നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും. എപ്പോഴാണോ ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നത് അപ്പോഴായിരിക്കും പോസിറ്റീവ് കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് മനസ്സിൽ നിന്ന് മാറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിറയ്ക്കുക. എന്ത് കാര്യത്തിലാണെങ്കിലും ഒരു ചെറിയൊരു പോസിറ്റീവ് കാണാനായിട്ട് ശ്രദ്ധിക്കുക. പണ്ട് പപ്പ പറയാറുള്ള പോലെ എന്ത് സംഭവിക്കുന്നതും നല്ലതിനാണ്, സംഭവിച്ചതെല്ലാം നല്ലതിനാണ്, ഇപ്പൊ സംഭവിക്കുന്നതും നല്ലതിനാണ്, ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിനാണ്. ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സക്സസ്ഫുൾ പീപ്പിൾ എല്ലാവരും തന്നെ ഈ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും. അടുത്തൊരു ഹാബിറ്റാണ് ഡോണ്ട് പ്രൊക്കാസ്റ്റിനേറ്റ്. എന്താണത്? അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളേക്ക് മാറ്റി വെക്കാതിരിക്കുക. നമുക്ക് ചിലപ്പോൾ മാറ്റിവെക്കാം, എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് മാറ്റിവെക്കുക, അതിന് ഇനി സമയമുണ്ടല്ലോ അങ്ങനെ. പക്ഷെ സക്സസ്ഫുൾ ആവണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മുടെ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് ഇന്ന് തന്നെ ചെയ്ത് തീർക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇനി നമുക്ക് പറ്റിയില്ല, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഓക്കെ അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം അത് നാളെ തന്നെ ചെയ്ത് തീർക്കാൻ നോക്കുക. അല്ലാണ്ട് എല്ലാ കാര്യവും ഇങ്ങനെ നാളെ നീളെ എന്ന് പറഞ്ഞിട്ട് എന്താ ഗണപതി കല്യാണോ അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെ നാളെ നീളെ അതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കും. നാളേക്കൊരു അവസാനം ഇല്ല. അപ്പോൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് സക്സസ്ഫുള്ളിലേക്കുള്ള ഏറ്റവും ഉള്ള ഒരു എളുപ്പവഴി. സക്സസ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും എപ്പോഴും വിജയം മാത്രമാണ് ഉണ്ടായിരിക്കുക. ദേ ഡോണ്ട് ഫിയർ അബൌട്ട് ഫെയിലിയർ. അതായത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, ഫെയിലിയർ സക്സസിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഒരിക്കലും ഫെയിലിയറിനെ പേടിക്കുകയോ അല്ലെങ്കിൽ ഫെയിലിയർ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയോ വേണ്ട. എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്കും ഒരുപാട് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഒരുപാട് ഏത് സയൻറ്റിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഏത് മരുന്ന് കണ്ടുപിടിക്കുന്നവരായാലും വാക്സിൻ കണ്ടുപിടിക്കുന്നവരായാലും എന്ത് ആൾക്കാരായാലും അതിലൊരു ഫെയിലിയർ റേറ്റ് ഉണ്ടായിരിക്കും. 100% സക്സസ് ഈ ലോകത്തിൽ ആർക്കും അവകാശപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഫെയിലിയറിനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ ട്രൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ മാക്സിമം എടുത്ത് ട്രൈ ചെയ്തിട്ട് സക്സസ് ആവുകയാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഗുഡ്. ബട്ട് ഇഫ് ഇറ്റ്സ് ഫെയിൽഡ്, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, മൂവ് ഓൺ. ഒരിക്കലും നമ്മളവിടെ വിഷമിച്ച് തളർന്ന് അയ്യോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് എനിക്ക് അതിൽ പറ്റിയില്ലല്ലോ, എനിക്ക് ജയിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. ടേക്ക് ഇറ്റ് ആസ് എൻ എക്സ്പീരിയൻസ് ആൻഡ് മൂവ് ഓൺ ആൻഡ് മൂവ് ഫോർവേഡ്. യു വിൽ ഡെഫിനറ്റ്ലി വിൻ നെക്സ്റ്റ് ടൈം. ഓക്കെ, എല്ലാ 99% സക്സസ്ഫുൾ ആളുകളുടെയും ഒരു ഹാബിറ്റാണ് ദേ വേക്കപ്പ് ഏർലി. അതിൽ ഞാനിപ്പോൾ ഭയങ്കര മോശമാണ് അതിൽ. ഞാനത് നല്ല രീതിയിൽ അത് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അത് കുറച്ചും കൂടി മോഡിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു ഈ 2025.
വേക്കപ്പ് ഏർലി പലപ്പോഴും പറ്റുന്നില്ല. രാത്രി എനിക്ക് കുറേ സമയം ഇരിക്കാൻ പറ്റും, പക്ഷെ രാവിലെ എനിക്ക് നേരത്തെ എണീക്കാൻ പറ്റുന്നില്ല. പക്ഷെ മിക്ക സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും ഒരു നേരത്തെ എണീക്കുന്നവരാണ്. പിന്നെ ഇപ്പോഴത്തെ തിയറി പ്രകാരം പറയുന്നത് നേരത്തെ എണീക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഗുണം ചെയ്യുന്നതാണ് വൈകി ഉറങ്ങുന്നതും. അത് ടി വി കണ്ടും ഫോൺ കണ്ടും അല്ലെങ്കിൽ മൂവി കണ്ടിട്ടൊക്കെ വൈകി ഉറങ്ങുന്നതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മുടെ പഠിക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്ലാനിങ്, പ്രിപ്പറേഷൻസ്, പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാത്രി വൈകി ചെയ്യുന്നതും ഒരേ ബെനിഫിറ്റ് തന്നെയാണ് രാവിലെ നേരത്തെ ഉണരുന്നത്. അപ്പോൾ എനിക്ക് ആഗ്രഹം നേരത്തെ ഉണരാനാണ്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഇപ്പം മുമ്പ് എനിക്ക് പറ്റിയിരുന്നു, ഞാൻ നേരത്തെ എണീക്കാനൊക്കെ എനിക്ക് പറ്റിയിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് നേരത്തെ എണീക്കാൻ തീരെ പറ്റുന്നില്ല, ഭയങ്കര ടയേർഡാണ്. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക. ഒന്നുകിൽ വൈകി നമ്മുടെ സമയം, ഇപ്പം എൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി ആണെങ്കിലും പഠിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല, അതുപോലെ രാവിലെയും പറ്റുന്നില്ല. അത് നല്ലതല്ല, അത് നമ്മുടെ സക്സസ്ഫുള്ളിന് ഒരു ഹിൻഡ്രൻസ് ആയിരിക്കും. അപ്പോൾ ഒന്നുകിൽ രാത്രി വൈകി ഉറങ്ങുക, അതായത് നമ്മുടെ കാര്യങ്ങൾ മാക്സിമം ചെയ്ത് തീർത്തതിന് ശേഷം ഉറങ്ങാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു നോർമൽ സമയത്ത് രാവിലെ എണീറ്റാൽ മതി. ഇനി രാത്രി തീരെ ഇരിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ, തീരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ രാവിലെ നേരത്തെ ഉണരുക. അപ്പോൾ നമുക്ക് 1-2 മണിക്കൂറൊക്കെ നമ്മുടെ പ്രിപ്പറേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കിട്ടും. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത് 7 ഹാബിറ്റ്സ് ഓഫ് സക്സസ്ഫുൾ വുമൺ അല്ലെങ്കിൽ സക്സസ്ഫുൾ പീപ്പിൾ ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ആഗ്രഹമുള്ള വീഡിയോസിനെ കുറിച്ചിട്ട് കമൻറ്റിൽ പറയുകയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ടൈം ആ വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ വീണ്ടും കാണാം നെക്സ്റ്റ് വീക്ക് ഇതേ സമയം. താങ്ക് യു സോ മച്ച്.